വിളി കേക്കുന്നത് ആളെങ്കിർക്ക് ആസാനേ யாரது மாயாண்டியா இங்க தண்ணிக்குள்ள வாடா വേണ മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും തന്നെ എനിക്ക് അലർച്ചി എന്നാ കുറച്ച് വിക്സ് വരട്ടിട്ട് വാ ഏത് കാത്താനെ എപ്പ പാത്താലും തണ്ണിയിൽ ഇറക്കുക എന്ന് ഞാൻ എൻ്റെ അമ്മയുടെ തലവട്ടം കണ്ടോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടം ഇല്ലാന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജന്തുത്തള്ള കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായ എൻ്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി എൻ്റെ റേഡിയേറ്റർ തണുപ്പിക്കാനാണ് ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത് ഒരു ദിവസം ആ കിളവി ടീച്ചർമാരെ തല മണ്ണി കുത്തിയ ആ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടും അപ്പൊ ഞാൻ രാജാവ് മാതിരി മാത്തൂട്ടിയേ നീ ഇങ്ങനെ പോത്തിനെ പോലെ വെള്ളത്തിൽ മുങ്ങി കിടന്നോ ദേ തോട്ടം നോക്കാനേ വേറെ ആണുങ്ങൾ വന്നിരിക്കുന്നു നീ വേഗം എഴുന്നേറ്റ് വാ വേറെ ആണുങ്ങളോ അതാര് ഇതാ മത്തൂത്തി അല്ല മാത്തൂട്ടി ഇയാളെങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നേ ആള് ശുദ്ധ പാവാ ഉള്ളിൽ ഒന്നുമില്ല അതാ ഇങ്ങനെ പൊങ്ങി കിടക്കണേ തള്ളേ അതെല്ലാം പ്രാക്ടീസ് യോഗാസനം അല്ലടാ ജലാസനം അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യാം നീ കേറി വാടാ പുതിയ മാനേജറെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കാണിക്കാൻ അന്നക്കുച്ചമ്മ പറഞ്ഞയച്ചിരിക്കുക ഞാൻ ചെല്ലട്ടെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ വന്നിരിക്കുന്നു മാനേജര് ആഹാ ഇത് സ്റ്റൂളാസനാ നീನು ಹೊಸರೇನು ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനത്തെ ആളല്ല പേരെന്നാ ചോദിച്ചത് സോളമൻ ചോളമൻ പെരുമാളാ അപ്പൊ കന്നഡ അറിയത്തില്ലല്ലേ ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ വളർത്താനായി തെണ്ടി ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കോളാം തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പോളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണലാക്കി കളിഞ്ഞാൻ മാനേജറായ ഇങ്ങനെ വേണം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം ഇവിടെ എന്നാ കാണാനാ കൊറേ മലയും കുന്നും കാപ്പിത്തോട്ടോ ഓറഞ്ചും ഇവന്റെ ഭാര്യയുടെ കല്യാണമുണ്ട് ഭാര്യയുടെ കല്യാണം ഭാര്യ ഡൈവോഴ്സ് ചെയ്തില്ല സാർ ടൈം കിടക്കലേ അതൊരു സോക കഥ ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഇവനെ വിട്ട് പോകുമായിരുന്നാ ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി എന്തോ കണ്ട് പേടിച്ച് അവളും ഓടിപ്പോയി എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടേ ഭയങ്കരമായ ആള് അതെങ്ങനെയാ കർത്താവ് അടിവുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ അല്ല ഈ കല്യാണം ഇവിടെ അടുത്താണോ ഇവിടെ അടുത്താ തൊട്ടടുത്ത് സാറ് വരുമോ സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് ഭരണം അതായത് നാളെ അല്ല നിങ്ങളുടെ ഭാര്യയുടെ കല്യാണത്തിന് പോവും നല്ല സാപ്പാട് കിടക്കും പിന്നല്ലാണ്ട് ആ ആൽബത്തിലൊക്കെ നിങ്ങളെ കാണാൻ എന്ത് രസം നല്ല കറുത്ത മുടിയും നല്ല ഉടുപ്പും ഒക്കെ ഇട്ട് അല്ലാണ്ട് ഒരു കാര്യമില്ലാതെ എൻ്റെ അമ്മൂമ്മമാരാവണ്ട ഈ ബംഗ്ലാവിന്റെ അകത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കാതെ പുറം ലോകമൊക്കെ ഒന്ന് കാണണം ഇവന്റെ ഒരു ഞാനും കണ്ടിരിക്കാമേ ഇപ്പൊ റെഡിയാക്കി തരാട്ടോ എടി ആലീസേ എന്റെ മുഖം കണ്ടോടി അയ്യോ ഇത് എന്റെ മുഖാണല്ലോ സോമ ഇവിടം കൂടി ഒന്ന് കറുപ്പിക്കണേ എന്റെ ഇവിടെ 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 അത് വേണ്ട മുഴുവൻ കറുപ്പിച്ചിട്ടാണ് ഇനി പൂവാലന്മാര് നിങ്ങളുടെ പുറകെ പോവാണ്ടിരിക്കാൻ ഞങ്ങൾ എതിർക്കാൻ വന്നല്ല അപ്പടിയല്ല ആസാന സ്വാമി சொன்னது நம்ம എതിരെ சின்ன ആളല്ലെന്ന് சொல்றாரு ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന് സ്വാമി അവൻ ഭയങ്കരമാ വളർന്നു പോയി വളർന്നിട്ടാ വളർന്നാച്ചിപ്പോ ആ കൊളപ്പുള്ള
பழமொழிகள் அவனை கூந்தலை கெடுத்தினார் கால்களை மண்ணல் வென்று வந்து வேலை கூட തലയൊന്നും വെട്ടണ്ട, വേണമെങ്കിൽ ഒരു കൈ. പക്ഷെ അവന് നാട്ടിൽ നിന്ന് പോണം. இல்ல ஆசானே, நீங்க பயப்படாதீங்க. அவனோட தலையில மயிரும் கால்பட்ட இடத்துல இருந்த ஒரு கை மண்ணு கொண்டு வந்தா எல்லாமே சரியாக்கிடலாம்னு சொல்லறாரு. കാൽച്ചോട്ടിലെ മണ്ണെടുക്കാം, പക്ഷെ തലയിലെ മുടി ബാർബർ ഷാപ്പിൽ പറഞ്ഞാൽ அதெல்லாம் எடுக்கலாம். நீங்க தைரியமா இருக்கு காசானே. சரின்னு சொல்லுங்க. ஐ சொல்லுங்க. மந்திக ശരി സ്വാമി. കണ്ടില്ലേ, എല്ലാ ഞായറാഴ്ചയും കുർബാന കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് ഇതാണ് പരിപാടി. പപ്പയും മമ്മിയും മരിച്ചിട്ട് 10-40 വർഷമായി. കരച്ചിൽ കണ്ടാ ഇന്നലെ മരിച്ചേ ഉള്ളൂ എന്ന് തോന്നും. അല്ല, ഇന്ന് കോറ തെരഞ്ഞിട്ടില്ലല്ലോ, കിക്കിലെടുത്ത് വന്നില്ലേ? ഇല്ല. ആ, എന്നാ പിന്നെ ഇതൊന്നും അല്ല കഥ. ആ പെണ്ണുമ്പിള്ള ഇവരുടെ അപ്പനെയും അമ്മയും കണ്ടിട്ട് പോലുമില്ല, എന്നാലും അവരാണ് കരച്ചിലിന്റെ ലീഡർഷിപ്പ്. അല്ല ഫാദർ, ഇവരെന്തെങ്കിലും ഒറ്റാന്തടിയായിട്ട് കല്യാണം ഒന്നും കഴിക്കാതെ? താനിതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ലേ? അല്ല, അവർക്കൊരു വിഷമാവുണ്ടെന്ന് കരുതി ഞാൻ പിന്നെ. ആ, അതൊരു കഥയല്ലേ. പണ്ടങ്ങാണ്ട് പാലായിന്ന് ഇവിടെ വന്ന് കുടിയേറിയവരാ ഇവരുടെ പപ്പ ജോണേട്ടനും കുടുംബവും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്നയ്ക്കൊരാളോട് ഇഷ്ടമുണ്ടായിരുന്നു, ഒരു ഫ്രെഡി. ഭയങ്കര വയലിനിസ്റ്റാ. വയലന്റ് ആവുമായിരുന്നു? അല്ലല്ല, വയലിനിസ്റ്റ്. ഫിഡിൽ. ഫിഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊയറിനൊക്കെ. അല്ല, ഇവിടെ ടീച്ചറിന്റെ കാര്യം. ആ, പ്രേമം മൂത്തപ്പോഴാ അറിയുന്നത് ഈ ഫ്രെഡിയെ അച്ഛൻ പട്ടത്തിന് അയച്ചോളാമെന്ന് അയാളുടെ അമ്മ നേർന്നിരുന്നു. ഒരു വശത്ത് അന്നയോടുള്ള പ്രേമം, മറുവശത്ത് അമ്മയുടെ നേർച്ച. അവസാനം ഫ്രെഡി അച്ഛനായി. ഓ, അത് ശരി. ഫാദറിന് വയലിൻ വായിക്കാൻ അറിയോ? എന്താ? ശരിക്കും ഫാദറിന്റെ പേര് ഫ്രെഡി എന്നല്ലേ? അടിച്ചതാണല്ലോ. ആ ഫ്രെഡി ഒരു അപകടത്തിൽ മരിച്ചു. അയാളെ ഏൽപ്പിച്ച വയലിൻ ഇന്നും ആ വീട്ടിൽ ഒരു നിധി പോലെ അന്ന സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്ന ടീച്ചറുടെ കാര്യം മനസ്സിലായി. അപ്പൊ ആലീസ് ടീച്ചറോ? ചേച്ചിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരു കുടുംബജീവിതം വേണ്ടെന്ന് അവരും തീരുമാനിച്ചിട്ടുണ്ടാവും. മാമോദിസ മുങ്ങിട്ട് തന്നെ അടു അച്ഛനായ. ഓ, ഒച്ചനായിരുന്നോ? ഞാൻ പള്ളിയിലെടുത്ത് പോയിട്ടില്ല. ഇടയ്ക്ക് അങ്ങോട്ട് വരണം, നമുക്കൊന്ന് കൂടണ്ടേ? വാ. അപ്പനമ്മമാരുടെ കുഴിമാടത്തിലിരുന്ന് അവര് കരട മനസ്സിലായി. ബാക്കിയുള്ളവരെന്തിനാണ് ഈ മുതലക്കണ്ണീർ ഒഴുക്കണേ? മരണം എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷിക്കല്ലേ വേണ്ടത്? മരിച്ചവര് ശവപ്പെട്ടി കിടക്കണ കാണാൻ എന്ത് രസമാ. നല്ല വെള്ള ഉടുപ്പും നല്ല ഷൂസും ഒക്കെ ഇട്ട് തലയിലും കയ്യിലും ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച്. കാലന്മാർക്ക് അങ്ങനെ തോന്നും. കാലന്മാർക്ക് അങ്ങനെ തോന്നുന്നു. അതെടി, ഞാൻ കാലനാ, നിന്റെ കാലൻ. മൂക്കി പഞ്ഞിയും വെച്ച് കയ്യില് കുരിശും പിടിച്ച് നീ ശവപ്പെട്ടി കിടക്കണത് ഞാനിങ്ങനെ കാണും. എന്ത് കാണാൻ നീ പോണേ? നീ അവനൊരു കുത്തു കൊടുക്കുന്നില്ലേ? അതൊന്ന് കാണാനാ. അടുക്കളയിൽ വരെ പണിയൊന്നുമില്ല ചേർത്തിക്ക്. എന്നോട് പോയേ, ഒരു കിട്ട് കാണാൻ വന്നിരിക്കുന്നു. ഓ, വലിയ ഒരു ഓം നഴ്സ്. നിന്നെ എന്റെ കൈ കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. എന്താ ഇവിടെ? അയ്യോ, ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ? രണ്ടുപേരൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക്. എന്തിനാത്? ഇഞ്ചക്ഷൻ എടുക്കാൻ. അയ്യോ, ഇഞ്ചക്ഷൻ വേണ്ട. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ. അതങ്ങോട്ട് കയ്യിലേക്ക് ഒഴിച്ചോളൂ, ഞാനിങ്ങനെ കുടിച്ചോളാം. ഒന്ന് പറയാമേ അമ്മേ. പിച്ചക്കാരെ പോലെ കരയണ്ട, അതുപോലെ ചെയ്താ മതി. അവന് പേടിയാ. ജാമ്പവന്റെ കാലത്തുള്ള കാറാ, സെപ്റ്റിക് ആയാലോ? അത് നേരാ. ഒരു പ്രിവെൻഷൻ എടുക്കുന്നത് നല്ലതല്ലയോ? അല്ലേ ചേച്ചി? അല്ല, ദേ അങ്ങനെ പോവല്ലേ, നമുക്ക് 3 പേർക്കും കൂടി എടുക്കണം. ഹോം നേഴ്സേ, സത്യത്തിൽ മനുഷ്യന്മാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ? എന്തേ? അല്ല, ഈ ആനെ കുത്തണ സൂചിയൊക്കെ എടുത്തിട്ട് കഴുതയ്ക്കും ഇതെന്നെ മതി. കരയണ എന്തിനാന്ന്? വലിയ വീരശൂര പരാക്രമിയല്ലേ? ഇങ്ങനെ പേടിച്ചാലോ? ആ പാൻസിന് ഹുക്കഴിച്ചേ. പാൻസ് അഴിക്കാനാ? അയ്യാ, അതൊന്നും വേണ്ട. വേണേ ഇവിടെ എടുത്തോ. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കരുത്. ബട്ടക്സ് ഒന്നും വേണ്ട, അതൊക്കെ പ്രൈവസിയാ. എന്റെ സ്വന്തം സൂക്ഷിച്ച്.
ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞ് എന്നെ വഴക്ക് പറയും. അതും ഒരു പെണ്ണ്. വേഗാവട്ടെ, ഒന്ന് വേഗാവട്ടെ. മൂക്കി പഞ്ഞിയും വെച്ച് പെട്ടി കെടുത്തല്ലേ? അയ്യടാ, ഇത്രേ ഉള്ളൂ. പോരാ എന്നാ എന്നാ. ഓമനേഴ്സേ, ഒന്ന് തിരുമ്മി തരുമോ? അയ്യടാ, തിരുമാൻ പറ്റിയൊരു സ്ഥലം. ഞാൻ വേണമെങ്കിലേ കിക്കിളി ചേർത്തി പറഞ്ഞു വിടാം. നിന്റെ അപ്പനെ കെട്ടിക്കാനാ? ഞാൻ തന്നെ തിരുമ്മിക്കോളാം. എൻ്റെ അമ്മേ, ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതിന് കുത്തിക്കൊല്ലണം. ഹായ്, മുത്തുക്കൂടെയും ചൂടി ഇരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിലിന്റെ ഇടയിൽ വിരല് പെട്ടാ നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വാക്കകത്ത് വെച്ച് തരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്കുക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴക്കേ? ആ, എന്നെ ആക്കിയതാ. പതുക്കെ പതുക്കെ. കാൽച്ചുവട്ടിൽ മണ്ണില്ലല്ലോടാ. പുല്ലു മതിയാ? മുടിയാത്. മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടാ? അടുത്ത് നിന്ന് സന്ദേഹം വരുമേ. ஐடியா. அந்த மரத்தை பாத்தியா? ആ മരോടുത്ത് അവന്റെ തലക്കിട്ടടിച്ച. அந்த மரத்து மேலே ஏறியா அவனுக்கு பின்னாடி எத்திடும். അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. വാ. என் காட்டு தேவியே. നീ കേറക്കൂടാത്. നീ പോയല്ല മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കയറിക്കോ. നീ ഏറ്. ഇല്ല, നീ കയറിക്കോ. നീ ഏറ്. ഉനക്ക് തന്നെ മരത്തിലേറെ പഴക്കം. എനക്ക് ബുദ്ധിയില്ലേ? നീ ബുദ്ധി വെച്ച് ഏറ്. ഏറ്. ஐடியா. ஆசானே, இந்த தலப்பு காலிலே போட்டா உங்களுக்கு ஈஸியா ஏறலாம். ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. ശരി, ഏറ് ഏറ്, ധൈര്യമായി ഏറ്. മായാണ്ടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ? കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, വലിയ കുക്കാണെന്ന് കേട്ടു. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോന്നറിയാൻ ചോദിച്ചതാ. ഞാൻ ആദ്യമായിട്ടല്ല കട്ട്ലേറ്റ് തിന്നണേ. പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും. ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കട്ട്ലേറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കുക. ദേ, നാക്കത്ത് ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി, ഏത് കട്ട്ലേറ്റ് എന്ന് സോമം പറയും. അപ്പൊ ഇതിനു മുമ്പ് പൂച്ച കട്ട്ലറ്റ് തിന്നിട്ടുണ്ടോ? ആ, ഞാൻ ആ പൂച്ചയെ തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റിലാക്കി. താനിപ്പോ അത് വയറ്റിലും ആക്കി. പൂച്ചേർച്ചി. കർത്താവ്, അതിന്റെ വായിന്ന് പോയതാണോ?
കുണ്ടിയെല്ലാം പോச்சு പോയ കാര്യം എന്നാച്ചി ആസാനെ കുണ്ടി പോയാച്ചി ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജഡ്ഡി ഇടണമെന്ന്. എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ. മണ്ണും മുടിയും മാത്രമല്ല അവന്റെ കുടലും പണ്ടെടുത്താൽ പോലും അവനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആ കിളവി തള്ളമാര് അവന്റെ ആ പെണ്ണിന്റെ കൂടി 16 അടിയന്തരം നടത്താൻ പോയാണ്. அப்படியா ആ. சாப்பாடு கிடக்குமா ஐயோ ചാപ്പാട് മാത്രം നിനക്ക് അലർജി ഇല്ല അല്ലേ? അറിവ് കെട്ട മുണ്ടം. എനിക്ക് പോയില്ല ആസാനെ.